അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഓൺ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഷവായ് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനു വേണ്ടി ഇവിടെ ഒരു ഫുൾ ചിക്കൻ സ്കിന്നോട് കൂടിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, 1/4 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി ഈ മസാല ചിക്കനിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇവിടെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഒരു വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ചിക്കൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ 2 കാലും നൂലുപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് നമുക്ക് 3 to 4 hours ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുക്കറിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് അതിലോട്ട് ഇതുപോലത്തെ സ്റ്റാൻഡോ ഉയരം കൂടിയ പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ ഇതിലോട്ട് ഇറക്കി വെക്കാം. 4-5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഫുൾ പ്രഷർ പോയ ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ചിക്കനിലെ നെയ്യെല്ലാം കുക്കറിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യ് ഒന്ന് ഫ്രൈ പാനിലോട്ട് മാറ്റാം. ഇതിലോട്ട് 1/2 പീസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ്റെ പുറഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.